ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ സമയത്ത് പെട്ടെന്ന് ഒരു ദോശ എങ്ങനെ ചുടാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഗോതമ്പ് പൊടി എടുത്ത് അത്യാവശ്യത്തിന് ഉപ്പ് അതിൽ ചേർത്ത് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഗോതമ്പ് പൊടിയായി ശരിക്കും ചേർന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് മല്ലിച്ചപ്പിടാം. മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞ് വളരെ വളരെ ചെറുതാക്കിയിട്ട്, എന്താ വെച്ചാൽ നമുക്ക് ദോശയിൽ കടിക്കുമ്പോൾ നമുക്കൊരു ഇത് വരരുത്, നമുക്കൊരു കടിക്കുന്ന മാതിരി തോന്നരുത്. അപ്പം മല്ലിച്ചപ്പിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ശരിക്ക് അതിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുകയാണ്. അത്യാവശ്യത്തിന് വെള്ളം, അതായത് ഒരു ദോശ നമ്മൾ ചട്ടിയിൽ ഒഴിക്കുന്ന രൂപത്തിൽ ആവുന്ന ഒരു കുഴമ്പല്ല, അതിനേക്കാൾ ഇത്തിരിയും കൂടെ നേർത്തൊരു രൂപത്തിലായി കിട്ടണം. അപ്പോഴാണ് പിന്നെ അതിൽ ചേർത്തേണ്ടതെന്ന് പറഞ്ഞാൽ, ഷവർ ഇവിടുന്ന് പോണ സമയത്ത് തേങ്ങ ചിരകി വെച്ചാൽ ആകെ ബാക്കിയുള്ള ഇതാണ്. അത് എവിടെ ഉപയോഗിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ദോശയിൽ നമുക്കൊന്നിട്ട് പരീക്ഷിച്ച് വെക്കാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ദോശയിലുള്ള ബാക്കി വന്ന കുറച്ച് തേങ്ങ ചിരകിയത് ഒഴിച്ച് ഇപ്പോൾ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ, നമ്മൾ ചട്ടി കത്തിച്ച് ചൂടാക്കി അത്യാവശ്യം ഒരു ചൂട് ആയ ശേഷം നമുക്ക് മെല്ലെ ദോശ ഒഴിച്ച് കൊടുക്കാം. ദോശ അത്യാവശ്യം നമുക്ക് കഴിയുന്ന മാതിരി പരത്തിയാൽ മതി. ഇപ്പം സാധാരണ ദോശ പരത്തുന്നവർക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടും. ഇപ്പം നമ്മളിത് ആദ്യമായിട്ടൊരു ഗോതമ്പ് ദോശ ചുടുമ്പോൾ അതിൻ്റേതായ അപകടങ്ങളൊക്കെ കാണും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒക്കെ പരത്തിയെടുക്കാമെന്ന്. ഇതൊക്കെ ഒരു കാണുമ്പം നമുക്ക് ദോശ നമ്മൾ തിന്നണമല്ലോ, ഇത്രയോ തിന്നതല്ല, അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ടൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. അതിനനുസരിച്ചായിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അതായത് വെള്ളം നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പോൾ അത് അത്യാവശ്യം ഒരു ഭാഗം ചൂടായാൽ പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഷമ്മാസ് ഒന്ന് നോക്കിയാൽ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ പുരട്ടുന്നത്. ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഷമ്മാസിൻ്റെ ആദ്യ ദോശ, ആഹാ ഷമ്മാസ് ചുടുന്ന ആദ്യ ദോശയാണിത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ഷാനു നോക്കിക്കാം. ഷാനു അതന്നെ ഇത്ര എടുത്താൽ മതി. ഫുള്ളെടുത്തിട്ട് ചട്ടിയുടെ സെൻറ്ററിൽ വെച്ച് ഒന്ന് അങ്ങോട്ടും ഒരേ സൈഡിലേക്ക് തിരിച്ചാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദോശക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇത്ര പണിയുള്ളൂ. ദോശ ചുട്ട് അതിന് എന്ത് കറിയാണ് ഇപ്പോൾ ദോശക്ക്, ഗോതമ്പ് ദോശക്കൊക്കെ നമുക്ക് ഏത് കറി നടക്കും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കറി എന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ വിത്ത് ടൊമാറ്റോ വിത്ത് പൊട്ടാറ്റോ. ഓക്കെ, എങ്ങനെയുണ്ട്? യെസ്. ഷമ്മാസ് നോക്ക്, കുഴപ്പമില്ലല്ലോ. ഞാനും നോക്കാം. വലിയ കുഴപ്പമില്ല. അത് യെസ്, ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. എല്ലാവർക്കും ദോശ ഇടാം.